അസ്സലാമു അലൈക്കും. മസ്ജിദുൽ ഖുബ ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന യാത്രയിലാണ് ഖുബയിൽ എത്തിച്ചേർന്നത്. പ്രവാചകൻ മദീനയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഖുബ എന്ന സ്ഥലത്ത് അല്പം വിശ്രമിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇത് ഹിജറ വർഷം 1 റബീഉൽ അവ്വൽ മാസത്തിലെ ഒരു തിങ്കളാഴ്ചയായിരുന്നു. അന്ന് അവിടെ താമസിച്ചിരുന്നത് ബനു അംർ ഗോത്രക്കാരായിരുന്നു. പ്രവാചകൻ ഖുബയിലെത്തിയ ഉടനെ അവിടെ ഒരു പള്ളി പണിയാൻ തീരുമാനിച്ചു. പ്രവാചകനും അനുചരന്മാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അടക്കമുള്ളവരും ചേർന്നാണ് പള്ളിയുടെ നിർമ്മാണം തുടങ്ങിയത്. ഖുർആനിൽ തഖ്വയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട പള്ളി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഈ പള്ളിയെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയിലേക്ക് പോകും മുമ്പ് 14 ദിവസത്തോളം ഖുബയിൽ താമസിക്കുകയും അവിടെ വെച്ച് നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു. പ്രവാചകൻ പലപ്പോഴും ശനിയാഴ്ചകളിൽ ഖുബയിൽ സന്ദർശനം നടത്താറുണ്ടായിരുന്നു. അവിടെ വെച്ച് നമസ്കരിക്കുന്നത് ഉംറ നിർവഹിക്കുന്നതിന് തുല്യമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാരണം കൊണ്ടുതന്നെയാണ് ഇന്നും മദീനയിലെത്തുന്ന വിശ്വാസികൾ മസ്ജിദുൻ നബവി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന പള്ളിയായി ഖുബ മാറിയത്. പള്ളിയുടെ വികാസവും പ്രാധാന്യവും കാലക്രമേണ ഖുബ മസ്ജിദ് പലതവണ പുതുക്കി പണിതിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഓട്ടോമാൻ രാജവംശം തുടങ്ങിയ ഭരണാധികാരികൾ പള്ളിയുടെ വികസനത്തിനായി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സൗദി അറേബ്യയുടെ ഭരണത്തിന് പള്ളിക്ക് വലിയ വികസനം ലഭിച്ചു. നിലവിൽ 50,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ പള്ളി വികസിപ്പിക്കാനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ്. ഈ വികസനം പൂർത്തിയാക്കുമ്പോൾ ഒരേ സമയം 66,000 വിശ്വാസികൾക്ക് ഇവിടെ നമസ്കരിക്കാൻ സാധിക്കും. ഖുബ മസ്ജിദ് വെറും ഒരു പള്ളി മാത്രമല്ല, ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സുപ്രധാന അടയാളം കൂടിയാണ്. പ്രവാചകന്റെ പലായനത്തിന്റെ ഓർമ്മകൾ പേറുന്നതും ഇസ്ലാമിക സാഹോദര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ആദ്യ കേന്ദ്രങ്ങളിലൊന്ന് എന്ന നിലയിലും ഈ പള്ളിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇസ്ലാമിക സ്റ്റോറികളുടെ പുതിയ ഭാഗങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.